ലോകത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായി ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന നഗരങ്ങളുടെ പട്ടിക എടുത്തിട്ടുണ്ട്. അതിലൊരു 279 നഗരങ്ങളാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഗുജറാത്തുമുണ്ട് എന്നുള്ളതാണ് ഒരു ഒരു എന്താണ് സന്തോഷമുള്ള കാര്യം. ഗുജറാത്തിലും കുറേ കൂടി സുരക്ഷിതമായി താമസിക്കാൻ പറ്റും. നമ്മൾ ഗുജറാത്ത് എന്തുകൊണ്ട് ഞാനിത് പറയുന്നത് വെച്ചാൽ, ഗുജറാത്ത് കലാപമാണ്, അവിടെ വലിയ സംഘർഷമാണ്, മുസ്ലിം ഹിന്ദുക്കൾ വലിയ ബഹളമാണ് എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് പ്രാധാന്യം വരുന്നത്. ഗുജറാത്ത് ഈ പട്ടികയിൽ കയറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഓൺലൈൻ ഡാറ്റാബേസ് ഓർഗനൈസേഷൻ നംബിയോ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ 2025 കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. 2020 തുടക്ക സമയത്ത് UAE ആയിരുന്നു 88.4 പോയിൻറ്റോടുകൂടി UAE ആയിരുന്നു 2025 തുടക്ക സമയത്ത് ഉണ്ടായിരുന്നത്. അതിൻ്റെ പട്ടിക ഒന്നുകൂടി സൂചിക കൂട്ടി 88.8 എന്ന് പറയുന്ന 100ലാണ് സ്കോർ റേറ്റ് ചെയ്യുന്നത്. അതിൽ 88.8 എന്ന് പറയുന്ന സൂചിക ഇൻഡെക്സിലോടുകൂടി അബുദാബി തന്നെ തുടർച്ചയായി 9ാമത് വർഷവും അബുദാബി നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ UAE, അൻഡോറ, യൂറോപ്പ്, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്, അമേരിക്ക അടക്കമുള്ള എല്ലാ രാജ്യങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും സുരക്ഷിതമായി താമസിക്കാൻ പറ്റുന്ന നഗരങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ അതിനകത്താണ് അഹമ്മദാബാദും ഗുജറാത്തിലെ നഗരങ്ങളും വരുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ എന്തുകൊണ്ട് ഇത് സൗദി അറേബ്യ അല്ലെങ്കിൽ അബുദാബി വരുന്നു എന്ന് ചോദിച്ചാൽ, UAE അബുദാബി വരാൻ കാരണം, ഏറ്റവും മുന്നിൽ അബുദാബി UAE ഉള്ളത്. അത് വരാൻ കാരണമൊന്നും, പിന്നെ ആൻഡോറ ചെറിയ രാജ്യമാണ്, യൂറോപ്യൻ രാജ്യമാണ്, ചെറിയ രാജ്യമാണ്. പക്ഷേ ഇവിടെയൊക്കെ വരാൻ കാരണം, അല്ലെങ്കിൽ UAE ഇത് വരാൻ കാരണം ശക്തമായ നിയമങ്ങളാണ്, അതിശക്തമായ നിയമങ്ങളാണ്, കർശനമായ നിയമങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ വരുന്നവർ ഇത് പാലിച്ചേ കഴിയുള്ളൂ. അങ്ങനെ അതൊക്കെ കൊണ്ടും, പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്ത് അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് രാത്രിയും പകലുമൊക്കെ സുരക്ഷിതമായി കഴിയാൻ പറ്റുന്ന നഗരങ്ങളായി അത് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതമാണ് ഇതിനകത്ത് പ്രധാനമായി നോക്കുന്നത്. അപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതം കൂടി നോക്കുമ്പോൾ കള്ളന്മാരെയും കൊള്ളക്കാരെയും കൊലപാതകളെയും ബലാത്സംഗക്കാരെയും ഒക്കെ പിടിച്ച് അകത്തിടുന്ന, അല്ലെങ്കിൽ അവർക്ക് കറക്റ്റിന് ശിക്ഷയൊക്കെ കൊടുക്കുന്ന കർശനമായ നിയമങ്ങളുള്ള രാജ്യങ്ങളാണ്. ബാലാവകാശവും സ്ത്രീകളുടെ അവകാശവും ഒക്കെ കൃത്യമായി സംരക്ഷിക്കപ്പെടുന്ന രാജ്യങ്ങളെന്നുള്ള നിലയിൽ ഈ രാജ്യങ്ങളിലെ നഗരങ്ങൾ വളരെ പ്രധാനമാണ്. പക്ഷേ ഇന്ത്യയിൽ ഈ ഒരു സ്റ്റേറ്റിൽ മാത്രമാണ് ഇതിനകത്ത് കയറിയിട്ടുള്ളത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് കേരളം പോലും ഇതിൽ കയറിയില്ലല്ലോ എന്നുള്ളതാണ്. അന്താരാഷ്ട്ര തലത്തിലൊരു ഏജൻസി എടുക്കുമ്പോൾ അതിനകത്ത് BJPയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നും ഇല്ലല്ലോ. എന്തായാലും കേരളം അതിനകത്ത് സമ്പൂർണ്ണ സാക്ഷരരായിട്ടുള്ള, ഇത്രയും ഹെൽത്ത് ഇൻഡെക്സും ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്ന നമ്മൾ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് നമ്മൾ വന്നില്ല എന്നുള്ളതൊരു കൗതുകമുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഗുജറാത്ത് വന്നതുകൊണ്ടല്ല. തീർച്ചയായിട്ടും നമുക്കത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ട് കേരളം ഈ സുരക്ഷയുടെ കാര്യത്തിൽ പിറകിലേക്ക് പോകുന്നു?